സദ്യവട്ടത്തിലെ ഏറ്റവും തിരക്കുള്ള ഓണക്കാലമാണ് ഇതെന്ന് കേറ്ററിംഗ് രംഗത്തുള്ളവരും ഹോട്ടൽ ഉടമകളും പറയുന്നുണ്ട്. സദ്യ ഒരുക്കാൻ മുൻവർഷത്തേക്കാൾ 5% വരെ ചെലവ് കൂടുമെന്നാണ് കേറ്ററിംഗുകൾ പറയുന്നത്. എങ്ങനെ വില കൂട്ടും എന്നാണ് ഹോട്ടൽ ഉടമകൾ ചോദിക്കുന്നത്. മെച്ചപ്പെട്ട വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ പാഴ്സലിന് 500-ഉം ഇരുന്ന് കഴിക്കാൻ 400-ഉം ഒക്കെയാണ് നിരക്ക്. ഞാൻ ഇപ്രാവശ്യം ഓണസദ്യയായി വീട്ടിൽ വെക്കാതെ ഇൻസ്റ്റന്റ് സദ്യ ആക്കിയാലോ അല്ലെങ്കിൽ ഓണത്തിന് വീട്ടിൽ പോകാൻ പറ്റാത്തവർക്ക് ഇൻസ്റ്റന്റ് സദ്യ തന്നെ ആശ്രയം. പക്ഷേ പല കേറ്ററിംഗുകാരും ഇപ്പോൾ ക്ലോസ് ചെയ്താണ് ബുക്കിംഗ്. നമുക്ക് നോക്കാമല്ലോ. ഇത്തവണ എങ്ങനെയുണ്ട് പൊതുവിൽ സദ്യകളിലേക്കൊരു കൂടുതൽ നമ്പർ? അതുപോലെ എല്ലായിടത്തും സദ്യയുടെ ആധിക്യം കൂടുതലാണ്. കോവിഡിന് ശേഷം ഇത്രത്തോളം, അതായത് ഒരു 60% മുകളിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഓണക്കാലത്ത് ഈ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ വില കൂടുതൽ ബാധിക്കുന്നുണ്ടോ? വിലയിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം 195 രൂപ ഉണ്ടായിരുന്ന വെളിച്ചെണ്ണയ്ക്ക് ഈ വർഷം 520 രൂപയാണ് ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക്. 2-4 നാളികേരം കൊണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 130 രൂപയും കൊടുക്കണം. സദ്യയിൽ അതനുസരിച്ച് തുകയ്ക്ക് മാറ്റം വന്നിട്ടുണ്ടോ? നേരിയ തോതിൽ 5%. നമ്മൾ മാറ്റം വരുത്തിയാൽ അത് ജനം അത് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ ഒരു തയ്യാറല്ല. ഒരുക്കുന്ന വ്യത്യസ്ത ഓരോന്നിലും ഓരോ വിഭവത്തിലും നമ്മൾ വ്യത്യസ്തത കണ്ടെത്താറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം പായസത്തിലാണ് 30 കൂട്ടം ഐറ്റംസുകൾ ചേർത്തിട്ടുള്ളൊരു സദ്യയാണ് നമ്മൾ ചെയ്യുന്നത്. ഡൈനിലേക്ക് കിങ് എന്നല്ലേ, ഒരു മഹാരാജാവിനെ നമ്മൾ സ്വീകരിക്കുന്നതാണല്ലോ ഐതിഹ്യം. അപ്പം നമ്മളെ ഇലയിൽ എന്തുമാത്രം വിഭവസം, വെറുതെ നമ്മൾ എന്തെങ്കിലും വെച്ച് അല്ലേ നിറച്ചിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ ഈ ഓണത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ പത്മനാഭൻ്റെ പാൽപ്പായസം, ശംഖുപുഷ്പം കൊണ്ടാണ്, നീല കളറിലെ പാൽപ്പായസമാണ് നമ്മളുടെ ഈ വിഭവത്തിൻ്റെ ഒരു ഹൈലൈറ്റ്. പിന്നെ എള്ളുണ്ട ഡെസേർട്ടായിട്ട് കൊടുക്കുന്നത്. അതെ, സദ്യ മാത്രം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഏതാണ്ട് ഒരു 50% ഹോട്ടലുകാരും ഓണസദ്യയാണ് കൂടുതൽ ഇത് ചെയ്യുന്നത്. ആ ഒരു തിരുവോണ നാളിലെങ്കിലും ഒരു നല്ലൊരു സദ്യ കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ആയിരിക്കും മിക്കവാറും വെളിയിലേക്ക് ഇറങ്ങുന്നവരൊക്കെ. വൻകിട ഹോട്ടലുകളിലുള്ള ആ റേറ്റിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു പകുതി വിലക്കെങ്കിലും ഒരു അത്യാവശ്യം തെറ്റില്ലാത്തൊരു സദ്യ, അതായത് 10-30-40 ഐറ്റംസ് അല്ല ഉദ്ദേശിക്കുന്നത്, ഒരു സാധാരണ നിലയിലുള്ളൊരു സദ്യ ലഭിക്കും എന്നുള്ളതിൻ്റെ പേരിൽ അവിടെയും വന്ന് ചോദിക്കുന്ന ആളുകൾ സാധാരണ മീൽസ് അല്ല, ഫിഷ് കറി മീൽസോ അതല്ലെങ്കിൽ നോൺ വെജ് മീൽസോ അല്ല, സദ്യ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് മിക്ക ആളുകളും ആ ദിവസം സദ്യയിലേക്ക്, അതായത് ഹോട്ടലുകാർ മാറുന്നത്. നമുക്ക് കിട്ടുന്ന റോ മെറ്റീരിയൽസിൻ്റെ വർധനവ് അനുസരിച്ച് ഉള്ള വർധനവ് ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല. അത് പറ്റില്ലത്. അത് നമ്മൾ അഭിമുഖീകരിക്കുന്നത് പൊതുജനത്തെ നേരിട്ടാണ്. കൊച്ചി നഗരത്തിലെ പ്രധാനപ്പെട്ട കേറ്ററിംഗ് സെന്ററുകളും ഹോട്ടലുകളും ഒക്കെ ഇതിനോടകം തന്നെ ഓണസദ്യകളുടെ ബുക്കിംഗ് അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇനി സമൃദ്ധിയുടെ തൂശനിലയിൽ സദ്യ വിളമ്പാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. ശരത് അമ്പാട്ടുകാവിനൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.